ഹലോ ലോയ്റ്റെ ഗൂട്ടൻ ടാഗ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വെർബൻ മിറ്റ് പ്രപ്പോസിറ്റ്സിയോണൻ. വെർബൻ മിറ്റ് പ്രപ്പോസിറ്റ്സിയോണൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ജർമ്മൻ വെർബ്സിന്റെ കൂടെ എപ്പോഴും അതിന്റെ കൂടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ചില പ്രപ്പോസിഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വെർബുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ്, വാർട്ടൻ. വാർട്ടൻ എന്ന് പറഞ്ഞ വെർബ് എന്തായിരുന്നു? ടു വെയിറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ അതിന്റെ മീനിങ്. ഓക്കെ, വാർട്ടന്റെ കൂടെ എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് എന്ത്? ഔഫ്. വാർട്ടന്റെ കൂടെ എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഔഫ്. ആ ഔഫ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് അത് അക്യുസാറ്റീവ് കേസിലായിരിക്കും. ഓക്കെ, അതൊരു എക്സാമ്പിൾ ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ വാർട്ടൻ വെർബ് വരുവാണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഔഫ് ആണ്. ഔഫ് കഴിഞ്ഞ് വരുന്ന കേസ് എപ്പോഴും അക്യുസാറ്റീവ് ആയിരിക്കും. ഔഫ് പ്ലസ് അക്യുസാറ്റീവ്. അതിന്റെ മീനിങ് എന്താ? വെയിറ്റ് ഫോർ. വാർട്ടൻ ഔഫ് എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ എന്നുള്ളൊരു മീനിങ് ആണ്. നെക്സ്റ്റ്, ഡെങ്കൻ. ഡെങ്കൻ എന്താ? ടു തിങ്ക് ആണ്. ഈ ഡെങ്കൻ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് വരുന്ന പ്രപ്പോസിഷൻ ആണ് അൻ. അൻ കഴിഞ്ഞ് വരുന്നത് അക്യുസാറ്റീവ് കേസ് ആയിരിക്കും. അൻ പ്ലസ് അക്യുസാറ്റീവ്. ഈ ഡെങ്കൻ അൻ എന്ന് പറയുന്നത് അതിന്റെ മീനിങ് എന്താ? തിങ്ക് എബൌട്ട്. തിങ്ക് എബൌട്ട്. നെക്സ്റ്റ് വെർബാണ് സിഷ് ഫ്രോയൻ. സിഷ് ഫ്രോയൻ നമുക്കറിയാം എന്ത് വെർബാണ് അത്? അതൊരു റിഫ്ലെക്സീവ് വെർബ്സ് ആണ് അല്ലെ, സിഷ് ഫ്രോയൻ. ഓക്കെ, സിഷ് ഫ്രോയൻ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ മെയിൻലി രണ്ട് പ്രപ്പോസിഷൻസ് ആണ് ഫിക്സ്ഡ് ആയിട്ട് വരുന്നത്. സിഷ് ഫ്രോയന്റെ കൂടെ ഔഫ് ആണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കേസ് ഏതാണ്? അക്യുസാറ്റീവ് കേസാണ്. സിഷ് ഫ്രോയന്റെ കൂടെ ഔഫ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ടു ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളൊരു മീനിങ് ആണ്. ടു ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്. ഇനി സിഷ് ഫ്രോയന്റെ കൂടെ യൂബർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ, സിഷ് ഫ്രോയന്റെ കൂടെ യൂബർ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ടു ബി ഹാപ്പി അബൌട്ട്. ടു ബി ഹാപ്പി അബൌട്ട്. ഓക്കെ, അത് രണ്ട് ഏത് കേസ് തന്നെയാണ് വരുന്നത്? അക്യുസാറ്റീവ് കേസ് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ്, സിഷ് ഇന്ററസിയറൻ. സിഷ് ഇന്ററസിയറൻ എന്ന് പറയുന്നത് ഒരു റിഫ്ലെക്സീവ് വെർബാണ്. അപ്പൊ അതിന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ഏതാ? ഫ്യോർ ആണ്. സിഷ് ഇന്ററസിയറിന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ഫ്യോർ പ്ലസ് ഏത് കേസാണ്? അക്യുസാറ്റീവ് കേസ്. അതിന്റെ മീനിങ് എന്താ? ടു ബി ഇൻട്രസ്റ്റഡ് ടു. സെന്റൻസിൽ നമ്മൾ ടു ബി ഇൻട്രസ്റ്റഡ് ടു എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ആ സെന്റൻസിൽ വരുന്നതെങ്കിൽ നമ്മൾ ഈ സിഷ് ഇന്ററസിയറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ ആണ് ഫ്യോർ. അത് കഴിഞ്ഞ് വരുന്ന കേസാണ് അക്യുസാറ്റീവ്. നെക്സ്റ്റ്, ഗ്ലൗബൻ. ഗ്ലൗബന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ആണ് അൻ പ്ലസ് അക്യുസാറ്റീവ്. ഗ്ലൗബന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ആണ് അൻ പ്ലസ് അക്യുസാറ്റീവ്. അതിന്റെ മീനിങ് എന്താ? ബിലീവ് ഇൻ. ബിലീവ് ഇൻ എന്നാണ് ഗ്ലൗബന്റെ കൂടെ അൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വന്നു കഴിയുമ്പോൾ അതിന്റെ മീനിങ്. നെക്സ്റ്റ്, ഹെൽഫൻ എന്താ? ഹെൽഫൻ ടു ഹെൽപ്പ്. ആ ഹെൽഫൻ എന്ന് പറഞ്ഞ വെർബിന്റെ കൂടെ ഫിക്സ്ഡ് ആയിട്ട് വരുന്ന പ്രപ്പോസിഷൻ ആണ് ബൈ. ബൈ കഴിഞ്ഞ് വരുന്ന കേസ് ഏത് കേസായിരിക്കും? ഡാറ്റീവ് കേസ് ആയിരിക്കും. ബൈ ഒരു ഡാറ്റീവ് പ്രപ്പോസിഷൻ കൂടെയാണ്. അപ്പം ബൈ കഴിഞ്ഞ് വരുന്ന കേസ് ഏതിലായിരിക്കും കേസ് കിടക്കുന്നത്? ഡാറ്റീവ് കേസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഹെൽപ്പ് വിത്ത് എന്നുള്ളൊരു മീനിങ് ആണ്. ഹെൽഫിന്റെ കൂടെ ബൈ എന്നുള്ളൊരു പ്രപ്പോസിഷൻ വന്നു കഴിയുമ്പോൾ ആ സെന്റൻസിൽ ഉണ്ടായിരിക്കുന്ന മീനിങ് ഹെൽപ്പ് വിത്ത് എന്നുള്ളൊരു മീനിങ് ആയിരിക്കും. നെക്സ്റ്റ്, ഔഫ് ഹ്യോറൻ. ഔഫ് ഹ്യോറന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ആണ് മിറ്റ്. മിറ്റ് കഴിഞ്ഞ് വരുന്ന കേസ് എപ്പോഴും എന്തായിരിക്കും? ഡാറ്റീവ് കേസ് ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ? സ്റ്റോപ്പ് ഡൂയിങ്. സ്റ്റോപ്പ് ഡൂയിങ് എന്നാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ്, ബെഗിന്നൻ. ബെഗിന്നൻ എന്താ? ബെഗിന്നൻ ടു ബിഗിൻ എന്നുള്ളൊരു മീനിങ് ആണ്. ബെഗിന്നന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ആണ് മിറ്റ്. മിറ്റ് പ്ലസ് ഡാറ്റീവ്. അതിന്റെ മീനിങ് എന്താണ്? ബെഗിൻ വിത്ത്. ഓക്കെ, ഇതാണ് കുറച്ച് വെർബൻ മിറ്റ് പ്രപ്പോസിഷന്റെ കുറച്ച് വെർബ്സും അതിന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻസും. ഇനി ഇത് എങ്ങനെയാണ് സെന്റൻസിലോട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിനി വെർബൻ മിറ്റ് പ്രപ്പോസിഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇവിടുത്തെ വെർബ് ഏതാ? വെയിറ്റിംഗ് എന്നുള്ള വെർബാണല്ലേ. അപ്പൊ വെയിറ്റിംഗിന്റെ ജർമ്മൻ ക്യാബ് ഏതായിരുന്നു? വാർട്ടൻ. ഓക്കെ, വാർട്ടൻ എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ നമ്മൾ പറഞ്ഞതായിരുന്നു ഔഫ്. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് വരും ഇഷ് വാർട്ടെ ഫോർ ദ ബസ്. ഔഫ് അത് നമ്മൾ പറഞ്ഞു. ഔഫ് വന്നു കഴിഞ്ഞാൽ അത് ഏത് കേസിലായിരിക്കും? അക്യുസാറ്റീവ് കേസിലായിരിക്കും. അപ്പൊ ബസ്സിന്റെ ആർട്ടിക്കിൾ എന്തായിരുന്നു? ദെയർ ബുസ് ആണ്. അത് അക്യുസാറ്റീവ് കേസിൽ പോയപ്പോ എങ്ങനെയായി? ദേൻ ബുസ് എന്ന് വന്നു. അങ്ങനെയാണ് ഇവിടെ ഔഫ് പ്ലസ് അക്യുസാറ്റീവ്. ഇതാണ് ഇവിടെ അക്യുസാറ്റീവ് കേസ് ആയിട്ട് വന്നിരിക്കുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, ഇഷ് വാർട്ടെ ഔഫ് ദേൻ ബുസ്. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ വാർട്ടൻ എന്ന വെർബിന്റെ കൂടെ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ നമ്മൾ എങ്ങനെ എവിടെ യൂസ് ചെയ്യണം എന്ന്. നെക്സ്റ്റ് നോക്കാം. ഐ തിങ്ക് അബൌട്ട് മൈ ഫാമിലി. ഓക്കെ, ഇതിനകത്ത് തിങ്ക് എന്നുള്ള വെർബാണ്. തിങ്ക് എന്തായിരുന്നു? ഡെങ്കൻ.
ഡെങ്കൻ എന്ന് പറഞ്ഞ വെർബിനോട് ഫിക്സ്ഡ് ആയിട്ട് വരുന്ന പ്രപ്പോസിഷൻ ആണ് അൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് കേസ് ആയിരിക്കും? അക്യുസാറ്റീവ് കേസ് ആയിരിക്കും. ഓക്കെ, ഇഷ് ഡെങ്കെ അൻ മൈനെ ഫെമിലിയെ. ഓക്കെ, ഇവിടെ അൻ വന്നു, മൈനെ ഫെമിലിയെ അക്യുസാറ്റീവ് കേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡെങ്കൻ എന്തായിരുന്നു? ഡെങ്കൻ എന്ന് പറഞ്ഞാൽ ടു തിങ്ക് ആണ്. അതിന് കൂടെ വരുന്ന പ്രപ്പോസിഷൻ ഏതാണ്? അൻ. നെക്സ്റ്റ്, ഐ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. ഐ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. ഹെൽപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഹെൽഫൻ. ഹെൽഫിന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ഏതാണ് ഫിക്സ്ഡ് ആയിട്ടുള്ളത്? ബൈ പ്ലസ് ഏത് കേസാണ്? ഡാറ്റീവ് കേസ്. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ വരും? ഇഷ് ഹെൽഫെ ദിയർ. ഹെൽഫിന് എന്ത് വെർബാ? ഒരു ഡാറ്റീവ് വെർബാണ്. അപ്പൊ ഡാറ്റീവ് വെർബ് കഴിയുമ്പോഴേ ഏത് കേസ് വരുള്ളൂ? ഡാറ്റീവ് കേസ്. അപ്പൊ ഇഷ് ഹെൽഫെ ദിയർ. ദിയർ ബൈ. കണ്ടോ, ബൈ ആണ് ഇവിടുത്തെ ഫിക്സ്ഡ് പ്രപ്പോസിഷൻ. വിത്ത് എന്നുള്ളൊരു ബൈ ദേൻ ഹൗസ് ഓഫ് ഗാബൻ. ഇത് കണ്ടോ, പ്ലൂരാൽ ഫോം ആണ്. ഡാറ്റീവിലെ പ്ലൂരാൽ ഫോമിൽ എങ്ങനെ വന്നു? ദേൻ ഹൗസ് ഓഫ് ഗാബൻ എന്ന് വന്നു. അപ്പൊ ഇഷ് ഹെൽഫെ ദിയർ ബൈ ദേൻ ഹൗസ് ഓഫ് ഗാബൻ. നെക്സ്റ്റ്, ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദി വെക്കേഷൻ. അപ്പൊ നമ്മൾ ഒരു സിഷ് ഫ്രോയൻ എന്ന് പറഞ്ഞ വെർബ് 2 മീനിങ്സ് ആണുള്ളത്. ഒന്ന് ടു ലുക്ക് ഫോർവേഡ് ടുവും ഒന്ന് ടു ബി ഹാപ്പി എന്നുള്ളത്. ഇവിടെ എന്താ? ടു ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സിഷ് ഫ്രോയന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് ഔഫ് പ്ലസ് അക്യുസാറ്റീവ്. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ വന്നു? ഇഷ് ഫ്രോയെ മിഷ് ഔഫ് കഴിഞ്ഞിട്ട് അക്യുസാറ്റീവ് ആണ്. ദയാർ ഉർലൗബ് ആയിരുന്നു. അക്യുസാറ്റീവ് ആയതുകൊണ്ട് അത് എങ്ങനെ വന്നു? ദേൻ ഉർലൗബ് വന്നു. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയായി? ഇഹ് ഫ്രോയെ മിഷ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു മിഷ് വന്നിരിക്കുന്നത്? ഈ ഫ്രോയൻ എന്ന് പറയുന്ന ഒരു സിഷ് വെർബനാണ്. സിഷ് വെർബൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് വെർബ്സ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ മിഷ് വന്നു. ഇതെന്താ? റിഫ്ലെക്സീവ് പ്രൊനോമൻ ആണല്ലേ. ഇഷ് ഫ്രോയെ മിഷ് ഔഫ് ദേൻ ഉർലൗബ്. ഔഫ് എന്താണ് ഇവിടുത്തെ ഫിക്സഡ് പ്രപ്പോസിഷൻ. ദേൻ ഉർലൗബോ? ദേൻ ഉർലൗബ് എന്ന് പറയുന്നത് ദേർ ഉർലൗബ് ആയിരുന്നു. അക്യുസാറ്റീവ് കേസ് ആവുന്നത് കൊണ്ട് അതെന്തായി? ദേൻ ഉർലൗബ് ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെർബ് ആൻഡ് വിത്ത് പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സെന്റൻസിൽ വെർബ്സ് ഉണ്ടെങ്കിൽ ചില വെർബ്സിന് ഫിക്സ്ഡ് ആയിട്ടുള്ള എന്തുണ്ട്? പ്രപ്പോസിഷൻസ് ഉണ്ട്. അപ്പൊ ആ പ്രപ്പോസിഷൻസ് കഴിഞ്ഞിട്ട് ഏത് കേസാണ് വരുന്നത് അതിന് കൂടുതൽ പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതൊക്കെയാണ് വരുന്നത്, ഏത് വെർബ്സ് ആണ്, ആ വെർബ്സിന് കൂടെ വരുന്ന പ്രപ്പോസിഷൻസ്, അത് കഴിഞ്ഞ് വരുന്ന കേസ് ഏതാണ്, അതിനനുസരിച്ച് വേണം നമ്മൾ ആ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ വെർബ് ആൻഡ് വിത്ത് പ്രപ്പോസിഷൻസ് പ്രപ്പോസിറ്റ്സ് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഫിൽ ഇൻ ദാറ്റ്.